ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സിൽ ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു ഒബ്ജക്റ്റീവായിരിക്കും എന്താ, ഇൻ്ററപ്ഷൻസ് ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് ഓർഗനൈസേഷനിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കൺട്രോളിങ് ആക്ടിവിറ്റീസ് ആയിരിക്കും ഓരോ ഓർഗനൈസേഷനും ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നതാണ് പ്ലാൻഡ് റിക്വയർമെൻറ്റ് ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു എന്താ, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻ്ററപ്ഷനും ഇല്ലാതെ പ്രൊഡക്ഷൻ്റെ ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും അതിനാവശ്യമായിട്ടുള്ള സമയത്ത് അവിടെ റിക്വയർഡ് ആയിരിക്കണം, ആവശ്യമായിട്ടുള്ള സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. എന്തെല്ലാം റിസോഴ്സ് ഏതെല്ലാം സമയത്ത് ഓർഗനൈസേഷനിൽ ആവശ്യമുണ്ട് അതിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക, അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോർഡിനേറ്റഡ് വർക്ക് ഷെഡ്യൂൾ. ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ബേസിസിലാണ് എല്ലാ ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നത്, അല്ലേ? പക്ഷേ ഒരു മാസ്റ്റർ ഷെഡ്യൂൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ബേസിസിൽ ഓരോ സബ് വർക്ക്സും നടക്കും. അപ്പോൾ എല്ലാ സബ്ബായിട്ട് നടക്കുന്ന ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾസിനെയും നമുക്ക് ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും മെയിൻ ഗോളിലേക്ക് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും പ്രൈം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് ഓർഗനൈസേഷനിലുള്ള ഡിഫറെൻറ്റ് വർക്ക് ഷെഡ്യൂൾസിനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു സിംഗിൾ ഫോക്കസിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ഇൻവെൻറ്ററി. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോയിൻ്റാണ് ഒപ്റ്റിമം ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനിൽ എപ്പോഴും റിക്വയർഡ് ലെവൽ ഓഫ് ഇൻവെൻറ്ററി ആവശ്യമുണ്ട്, അത് എപ്പോഴും ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേസമയം ഓവർ സ്റ്റോക്ക് ഓഫ് ഇൻവെൻറ്ററിയും അണ്ടർ സ്റ്റോക്ക് ഓഫ് ഇൻവെൻറ്ററിയും ഇല്ല എന്നുള്ളതും കൂടി കമ്പനി ഉറപ്പുവരുത്തണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഉറപ്പുവരുത്തിയാൽ മാത്രമാണ് നമുക്ക് ഒരു പരിധി വരെ ഇൻവെൻറ്ററിയുടെ സ്റ്റോറേജായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. അതായത് പല റിസോഴ്സസും ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ട്, മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ലേബേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാതും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ്റെ എൻറ്റയർ പ്രൊഡക്ടിവിറ്റീനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ മെഷീനറീസിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള യൂസ് അല്ലെങ്കിൽ മാക്സിമം യൂസ് കൊണ്ട് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നത് വഴി അവരിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അതാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. കാരണം ഒരു ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് അവർ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് എടുക്കുന്നത്. കസ്റ്റമറിന് അവരുടെ നീഡ്സിനെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്ന തക്ക രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണതും പ്ലാൻ ചെയ്യുന്നതും. അതാണ് സിക്സ്ത് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഓരോ
ലെവലിലും ഉള്ള പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഓരോ ലെവലിലുള്ള എംപ്ലോയ്മെൻറ്റും സ്റ്റേബിളായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഓർഗനൈസേഷൻ്റെ ക്വാളിറ്റി ലെവൽസ് അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റി ഓർഗനൈസേഷന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും ആ ഒരു ഫോമിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക പോസിറ്റീവ് എലമെൻസിനെയും ഫോക്കസ് ചെയ്ത രീതിയിലുള്ളൊരു പ്രൊഡക്ഷൻ ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് 7th ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ആൻഡ് ഫൈനലി ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ നടക്കുന്നുണ്ടോ ഇല്ലയോ, എന്തുകൊണ്ടാണ് നടക്കാത്തത്, അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്തൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസിനകത്ത് വരുന്നത്. അതായത് കൺട്രോളിങ് മെഷേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ഉണ്ടാവും, അത് തമ്മിലുള്ളൊരു കമ്പാരിസൺ, അതാണ് ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസിനകത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് തിരുത്തലുകൾ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പോയിൻ്റായിട്ട് വരുന്നത് ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് നിലനിൽപ്പില്ല. കസ്റ്റമേഴ്സിന് അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയാലും സർവീസ് ആയാലും മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്ത് നിലനിന്ന് പോവുകയുള്ളൂ അല്ലേ. നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് കാലത്തേക്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ ദി സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫ്യൂവർ റഷ് ഓർഡേഴ്സ്. നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ആ രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഡെലിവറി ചെയ്യേണ്ട സമയത്ത്, അതായത് പ്രൊഡക്ഷൻ സെയിൽസ് കൊടുക്കേണ്ട സമയത്ത്, സെയിൽസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റഷ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരില്ല. അതായത് തിക്കും തിരക്കും കൂട്ടി നമുക്കൊരു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരില്ല. പ്ലാൻ ചെയ്ത പ്രകാരം സാവധാനത്തിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറയൂലേ എക്സാമിന് നമ്മൾ എല്ലാ ദിവസവും എടുക്കുന്നത് അന്നാന്ന് പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ തലേദിവസം ടെൻഷൻ ഉണ്ടാവില്ല. മീൻസ് ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്തു എന്നുള്ളൊരിതായിരിക്കും. പക്ഷേ എല്ലാം നമ്മൾ തലേദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാൻ ഉണ്ടാവും, എന്നാൽ പഠിച്ച് തീർക്കാനുള്ള സമയമില്ല. ആ ഒരു അവസ്ഥ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് മെഷേഴ്സ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫൈനൽ സമയത്തുള്ള ഒരു എന്താ പറയുക റഷ് ആയിട്ടുള്ള അവസ്ഥ ഓർഗനൈസേഷന് ഉണ്ടാവില്ല. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇൻവെൻറ്ററി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ ഏറ്റവും മാക്സിമത്തിൽ യൂസ് ചെയ്യാം. ഏറ്റവും മാക്സിമം യൂട്ടിലൈസേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് പറ്റും. സ്റ്റോറേജ് ഫെസിലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഇഫക്റ്റീവായിട്ടുള്ള രീതിയിലും അതുപോലെ എക്കണോമിക്കലായിട്ടുള്ള രീതിയിലും ഇൻവെൻറ്ററീനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നല്ല ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ മെക്കാനിസം ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അതാണ് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് യൂസ് ഓഫ് എക്യുപ്മെൻറ്റ്. ഇൻവെൻറ്ററിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ പ്രൊഡക്ഷന് എന്തൊക്കെ മെഷീനറീസ് യൂസ് ചെയ്യേണ്ടി വരുന്നു, എത്ര എംപ്ലോയീസിനെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ പ്ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു വേസ്റ്റേജ് ഓഫ് ടൈമും കോസ്റ്റും ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻവെൻറ്ററിയുടെ ഇഫക്റ്റീവ് യൂസ് പറയുന്ന പോലെ തന്നെയാണ് ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെയും ഇഫക്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേസ്റ്റേജും കോസ്റ്റൊക്കെ നമുക്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവായിട്ടുള്ള യൂസേജ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതാണ് ലെസ് ഐഡിയൽ ടൈം. ഐഡിയൽ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ആവശ്യമില്ലാത്ത സമയം നഷ്ടപ്പെടുത്തുക.
അതാണ്, അതായത് നമുക്ക് ഓരോ വർക്കേഴ്സും ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള സമയത്തെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പിന് വേണ്ടി ആലോചിച്ച് നിൽക്കേണ്ട സമയമില്ല, നമുക്ക് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്താണ്, സമയം നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, സ്മൂത്തായിട്ട് വർക്കിംഗ് നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയൽ ടൈമിനെ നമുക്ക് കുറയ്ക്കാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഇംപ്രൂവ്ഡ് മൊറൈൽ. അതായത് ഒരു ഹെൽത്തി വർക്കിംഗ് കണ്ടീഷൻ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആൻഡ് കൺട്രോൾ മെക്കാനിസം സഹായിക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും പ്രീ പ്ലാൻഡ് ആണ്. പ്രീ പ്ലാൻ ചെയ്ത രീതിയിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വർക്കിംഗ് സിറ്റുവേഷൻ, അതായത് ഒരുപാട് ടെൻഷനോ ഒരുപാട് സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എൻവയോൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് എംപ്ലോയീസിനാവട്ടെ മാനേജ്മെൻറ്റിനാവട്ടെ എല്ലാവർക്കും ആ രീതിയിൽ കൊണ്ടുപോകാൻ. ഏതെങ്കിലും ഒരു ലെവലിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായാൽ അത് മൊത്തം ഓർഗനൈസേഷനെ ബാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ എത്രമാത്രം ഇഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് മെക്കാനിസം നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുന്നു അത്രമാത്രം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷൻ നമുക്ക് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ലോവർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, വേസ്റ്റേജസ് ഒന്നും ഉണ്ടാവില്ല, അല്ലേ? നമുക്ക് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരില്ല. അതായത് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആവശ്യമുള്ളതും ഇല്ലാത്തതും എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും നടത്തിയാൽ മതി. നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വരും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും, അങ്ങനെയൊക്കെ വരും. അതാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് കൺട്രോൾ മെക്കാനിസം ഓർഗനൈസേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ഗുഡ് പബ്ലിക് ഇമേജ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയാണെന്ന് പറയുമ്പോൾ എന്താ, അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ടൈമിൽ അതിൻ്റെ ഡെലിവറി കിട്ടുന്നുണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു മെക്കാനിസമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഇമേജ് ഒരു പബ്ലിക്കിന് ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ കമ്പനീനെ പറ്റിയിട്ട് നല്ലൊരു അഭിപ്രായമായിരിക്കും കസ്റ്റമേഴ്സിൻ്റെ ഇടയിലും എന്താ പറയുക സൊസൈറ്റിയുടെ ഇടയിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി ഒരു കൺട്രോളിങ് മെക്കാനിസത്തോട് കൂടിയിട്ട് ഒരു ഓർഗനൈസേഷൻ പോവുകയാണെങ്കിൽ നല്ലൊരു പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ ഒരു ഗുഡ് പബ്ലിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും, കമ്പനിക്ക് സാധിക്കും. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. എല്ലാത്തിനും ഒരു നെഗറ്റീവ് സൈഡും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലിമിറ്റേഷൻസ് എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് ലാക്ക് ഓഫ് സൗണ്ട് ബേസിസ്. അതായത് നമ്മളെല്ലാവരും ഒരു അസംഷൻ്റെ ബേസിസിലാണ്, നമുക്ക് കൃത്യമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലാക്ക് ഓഫ് സൗണ്ട് ബേസിസ് എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടൊരു അടിത്തറയില്ല, നമുക്ക് കുറേ അസംഷൻസ് ആണ്, അല്ലേ? ഫ്യൂച്ചറിൽ നമ്മൾക്ക് എങ്ങനെയാവും, നമ്മൾ അങ്ങനെയാവും എന്നുള്ളൊരു അസംഷൻ്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ തിങ്കിങ് ഇൻ അഡ്വാൻസ് എന്നാണ് പറയുന്നത്. ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നു, അതാണ് പ്ലാനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ബേസിസിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, കുറേ അസംഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആ അസംഷൻസ് ചിലപ്പോൾ തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. ഇൻ കേസ് എന്തെങ്കിലും പാളിച്ചകൾ നമ്മുടെ അസംഷൻസിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഓർഗനൈസേഷനെ അത് എഫക്റ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് റിജിഡിറ്റി ഇൻ പ്ലാൻസ് വർക്കിംഗ്. അപ്പോൾ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും പോകുമ്പോൾ എന്താണ്, അതൊരു റിജിഡ് സ്ട്രക്ചറിലാണ് പോകുന്നത്. അതിൽ വലിയ ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ചിലപ്പോൾ ഒരു ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്നും വരില്ല, അല്ലെങ്കിൽ ചേഞ്ചസ് പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചിലപ്പോൾ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയെന്നും വരില്ല. അതാണ് റിജിഡിറ്റി ഇൻ പ്ലാൻസ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത പ്രകാരമാണ് പോകുന്നത്, അതിലവിടെ ഇവിടെയൊന്നും ചേഞ്ചസ് വരുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള എലമെൻറ്റ്സിൽ എന്തെങ്കിലും എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്താലായി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊരു
രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ചില കേസുകളിൽ. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് അല്ലേ. പ്ലാൻ ചെയ്യണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് വർക്ക് ചെയ്യണം, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യണം, കൺട്രോളിങ് മെഷേഴ്സ് എടുക്കണം. ഇതൊക്കെ പറയുമ്പോൾ ചെറിയ പോയിൻറ്റ്സ് ആണ്, പക്ഷേ ഒരു ലെങ്തി പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആണെങ്കിൽ അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ എക്സ്പെൻസ് എന്നും പറയുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ടൈം കൺസ്യൂമിങ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് എക്സ്പെൻസും നമുക്ക് കൂടും. ഓക്കെ, അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്, അതേസമയം എക്സ്പെൻസീവ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ്. എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരുപാട് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ പ്ലാനിങ്ങിനും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ ടെക്നോളജിയിലുള്ള ചേഞ്ചസ് ആവാം, ഗവൺമെൻറ് പോളിസീസിലുള്ള ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ നേച്ചുറൽ കലാമിറ്റീസ് ആവാം, അങ്ങനെ പല പ്രശ്നങ്ങളിൽ ട്രെൻഡ്സിൽ വരുന്ന ചേഞ്ചസ് ആവാം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ വരുന്ന ചേഞ്ചസ് ആവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് എക്സ്റ്റേണൽ ലിമിറ്റേഷൻസും എന്തിനുണ്ട്, ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിന് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മേജറായിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പ്രൊഡക്ഷൻ കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നേച്ചർ ഓഫ് ബിസിനസ്. തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ നേച്ചർ, ബിസിനസ്സിൻ്റെ പ്രകൃതി ഇൻ ദ സെൻസ് അവരുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് അവർ യൂസ് ചെയ്യുന്നത്, ചെറിയ ഓർഗനൈസേഷനാണോ വലിയ ഓർഗനൈസേഷനാണോ, അതിൻ്റെ ബേസിസിലാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൺട്രോൾ പ്രൊസീജിയേഴ്സ് എടുക്കുന്നത്. ഓക്കെ, വലിയ ടൈപ്പ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക വൻകിട ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എടുക്കുന്ന പ്ലാനിങ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, കൺട്രോളിങ് മെഷേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ലെവലിലുള്ളതായിരിക്കും. സ്മോൾ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാനിങ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ. അതാണ് നേച്ചർ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. അതായത് നമ്മൾ വൻതോതിൽ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും കൺട്രോളിങ് പ്രൊസീജിയേഴ്സിൽ ചേഞ്ചസ് വരും. അതായത് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള പ്രൊഡക്ഷൻ രീതികളാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൺട്രോളിങ് മെക്കാനിസം നമുക്ക് ഓർഗനൈസേഷനിൽ കൊണ്ടുവന്നാൽ മതി. പക്ഷേ നമ്മളിപ്പോൾ ഈ ഹസാർഡസ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ കെമിക്കലായിട്ടുള്ള പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോളിങ് മെക്കാനിസം നമ്മൾ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻസിൻ്റെ സ്കെയിൽ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ ലാർജ് സ്കെയിൽ ആണെങ്കിൽ അതിനനുസരിച്ച്, സ്മോൾ സ്കെയിൽ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൺട്രോളിങ് പ്രൊസീജിയേഴ്സിൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ. ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, ബാച്ച് വൈസ് പ്രൊഡക്ഷൻ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രൊഡക്ഷൻ ആണോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലും ഈ പറഞ്ഞ കൺട്രോളിങ് പ്രൊസീജിയേഴ്സിൽ ചേഞ്ചസ് വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് മെക്കനൈസേഷൻ. ഡിഗ്രി ഓഫ് മെക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സെമി ഓട്ടോമേറ്റഡ് മെഷീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലേബേഴ്സിനെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ പല മെക്കാനിസംസ് യൂസ് ചെയ്യുന്നതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിസിലും കൺട്രോളിങ് പ്രൊസീജിയേഴ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലേബേഴ്സിനെ മാത്രം വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷൻ്റെ കൺട്രോളിങ് മെഷേഴ്സ് പോലെ ആവില്ല ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡിഗ്രി ഓഫ് മെക്കനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ് ഫിലോസഫി. മാനേജ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് എത്രമാത്രം അതിൽ ഇൻവോൾവ്ഡ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിൻ്റ് എങ്ങനെയാണ്, അതിൻ്റെ ബേസിസിലായിരിക്കും കൺട്രോളിങ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് 4 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കണം. താങ്ക് യു.